ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2405. ഇന്ന് ഓഗസ്റ്റ് മാസം 1-ാം തീയതി 213-ാമത്തെ ദിവസത്തിലെത്തി. ജീവിതത്തിൽ അനുദിനം കേൾക്കുന്ന, ഉൾക്കൊള്ളുന്ന, ഇനി പറയുന്ന സുവിശേഷ സന്ദേശങ്ങളൊക്കെ അല്പമല്പമായി അവനവൻ തന്നെ എല്ലാവരും പ്രാവർത്തികമാക്കണ്ടേ. അവനവന്റെ സാധാരണ ജീവിതത്തിലേക്ക് കുറച്ചെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യണ്ടേ. മനുഷ്യരെ പരിഹസിക്കുന്ന പരിപാടിയിൽ ഇനിയും നമ്മൾ ഏർപ്പെടണം. യഹൂദന്മാരുടെ രാജാവേ സ്വസ്തി എന്ന് പറഞ്ഞ് അവർ അവനെ പരിഹസിച്ചു. അങ്ങനെ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ യഹൂദന്മാരുടെ രാജാവേ സ്വസ്തി എന്ന് പറഞ്ഞ് അവർ യേശുവിനെ പരിഹസിച്ചു. എല്ലാവരെയും ഒക്കെ ഇങ്ങനെ പരിഹസിച്ച് പരിക്കേൽപ്പിക്കുന്ന മത്സരത്തിലാണ് ഏർപ്പെടുന്നത്. ഏറ്റവും അധികം പരസ്പരം പരിഹസിക്കുന്നത് ഒരുപക്ഷെ കുട്ടികൾ തമ്മിലാവാം. പരിഹാസ പേരുകൾ ഇടാൻ ഏറ്റവും മികവുള്ളവരും സ്കൂളുകളിലെ കുട്ടികളാണ്. തമ്മിലും അധ്യാപകർക്കും എന്തെങ്കിലുമൊക്കെ പോരായ്മകളോ വൈകല്യങ്ങളോ അവനവൻ കണ്ടെത്തി അതിനനുസരിച്ചാണ് ഇരകൾക്കൊക്കെ പേര് നിശ്ചയിക്കുക. യേശുവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പറയുന്നുണ്ട്: അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കത്തില്ല, പുകഞ്ഞുകൊണ്ടിരിക്കുന്ന തിരി കെടുത്തത്തുമില്ല. ചതഞ്ഞ ഞാങ്ങണ കൊണ്ട് ഇനി വലിയ പ്രയോജനമൊന്നുമില്ല. ഇങ്ങനെ കത്തി നിൽക്കേണ്ട തിരി കെട്ടിങ്ങനെ പുകയുന്നു എങ്കിൽ അവയെ തീർത്തും അവഗണിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നിട്ടും യേശുവിനെ കുറിച്ച് പറയുന്നത് അവിടെയും അവൻ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ പരിപാലിക്കുന്നു, കാക്കുന്നു എന്നുള്ളതാണ്. പരിഹസിക്കാതിരിക്കുക ആരെയും. യേശുവിനെ പോലെ കുറച്ചും കൂടി എല്ലാവരെയും ആദരവോടെ കാണാനായിട്ട് നമുക്ക് ദിനങ്ങളിൽ പ്രാർത്ഥിച്ചാലോ. പ്രത്യേകിച്ച് ഓഗസ്റ്റ് മാസത്തിന് മറിയമെന്ന വലിയ അമ്മയുടെ ഗുണവും മണവും മാതൃകയുടെ ഒരു അലയൊലികളൊക്കെ ഉണ്ട്. മാതാവിന്റെ വാങ്ങിപ്പോയിരുന്നാൾ ഇങ്ങനെ ഈ മാസം 15-ാം തീയതി ആചരിപ്പാനായിട്ടിരിക്കുന്നത് കൊണ്ടുകൂടി ആണല്ലോ ഓഗസ്റ്റ് മാസത്തിന് ഇത്രത്തോളം ഒരു ദൃഢത നമ്മുടെ ഉള്ളിൽ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ദിനങ്ങളും അമ്മയോർമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ ജീവിതത്തെ ഒന്നും കൂടെ നവീകരിക്കാനായിട്ട് ശ്രമിച്ചാലോ. ഞാൻ എവിടെ നിന്നാണ് വന്നതെന്നും എവിടേക്കാണ് ഞാൻ പോകുന്നതെന്നും എനിക്കറിയാം എന്ന് പറയുന്നൊരു യേശുവചനമുണ്ട് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ. ഈ ആന്തരിക അവബോധത്താൽ ഒരാൾ പ്രകാശിക്കപ്പെടുമ്പോൾ പുറത്തുനിന്നുള്ള എല്ലാ പരിഹാസങ്ങളെയും അതേൽപ്പിക്കുന്ന എല്ലാ പരിക്കുകളെയും അതിജീവിക്കാനായിട്ട് പറ്റും. ആമേൻ.